ഹലോ, നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ നോക്കാം കേട്ടോ. ഇന്നിപ്പോൾ 10/8/25 കഥയാണ്. അപ്പോൾ കഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ജയനും ദേവയാനിയും കൂടെ സംസാരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ജയൻ പറയാണ് അവർ ദേവയാനി പറയാണ്, ജയേട്ടാ അവർ ഈ വേണുവിൻ്റെ ഫാമിലി മഹാമോശമാണല്ലേ, അവർ ശരിക്കും കടത്തിൽ മുങ്ങി നിൽക്കുകയാണല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയും, അതിപ്പോൾ നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത് എന്ന് വയ്ക്കുക. അപ്പോൾ പറയും, അല്ല നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് കൊടുത്ത നെക്ലസ് വരെ വിറ്റ് അവർ കടം വിട്ടിറങ്ങൾ അവർ എന്തുമാത്രം കടത്തിലായിരിക്കും എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയാം, അന്ന് എന്നിട്ട് എന്തുമാത്രം നീ അന്ന് നമ്മുടെ മരുമകളെ തള്ളിക്കളഞ്ഞിട്ട് അവളെയല്ലേ സ്നേഹിച്ചിരുന്നത്, നീയും ജലജയുടെയും ജാനകിയുടെയും കൂടിയിട്ട് ഒരുപാട് അവർ ദ്രോഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ ചേട്ടാ, എനിക്ക് തെറ്റുപറ്റിപ്പോയതല്ലേ എന്നൊക്കെ അങ്ങനെ പറയും. അവസാനം മരുമകൾ കരൾ തന്നപ്പോഴാണ് നിനക്ക് വിശ്വാസമായത് എന്നൊക്കെ അങ്ങനെ ജയൻ പറയുന്നുണ്ട് ദേവയാനിയോട്. ദേവയാനിക്കിട്ട് ചെറിയൊരു കുത്തു കൊടുക്കുമ്പോൾ തന്നെ ജയൻ സംസാരിക്കുന്നതും. അപ്പോൾ പറയും, എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല അറിയാം, പക്ഷേ ഇങ്ങനെ ഡൈവേഴ്സ് നമ്മുടെ തറവാട്ടിൽ അങ്ങനെ ആരും ഡൈവേഴ്സ് ചെയ്തിട്ടില്ലല്ലോ. അത് കാരണം അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് മാറ്റിയിട്ട് അവളെ വഴിക്ക് നടത്തിയിട്ട് അവനൊരു നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം എന്നറിയും. അപ്പോൾ പറയും, അത് നടക്കും തോന്നുന്നില്ല, കാരണം അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, എനിക്ക് അനാമികേനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അവർ ഒരുമിച്ച് പോകുന്ന എനിക്ക് തോന്നുന്നേ ഇല്ല എന്നറിയും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മാറ്റി അവളെ എടുത്താലും അത് എത്ര നാൾ പോകുന്ന ആർക്കറിയാം എന്നൊക്കെ പറയാണ് കേട്ടോ. എന്ത് ചെയ്യും, അവളെ വല്ലാത്തൊരു ഊരാക്കുടുക്കിലായാലും അനുഭവപ്പെട്ടത് എന്നറിയും. ആദർശിനെ പോലെ തന്നെയായിരുന്നു എനിക്ക് അനിയും. കൂട്ടത്തിൽ ഇളയത് അവനായതുകൊണ്ട് ഞാൻ ഒരുപാട് ഒത്തിരി എടുത്തുകൊണ്ട് നടന്ന് ലാളിച്ച് വളർത്തിയതാണ് അവനിങ്ങനെ വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് എനിക്കെന്നൊക്കെ പറയും. എന്തായാലും ഞാൻ ഇത് വെറുതെ വിടാനൊന്നും പോകുന്നില്ല, ഞാൻ അന്വേഷിക്കാൻ പോവുകയാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അന്വേഷിക്കട്ടെ. അവരുടെ എന്താണ് ഏതാണെന്ന് നമ്മൾ അന്വേഷിച്ചതുമില്ല. കല്യാണം വന്നു, അവന് ഇഷ്ടമല്ലെന്ന് ചോദിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് എന്താണ് വരാൻ പോകുന്നതെന്ന് അറിയാലോ എന്നൊക്കെ അങ്ങനെ ദേവയാനി ജയനോട് പറയാനുണ്ട്. അതിന് പിറ്റേ ദിവസം നമ്മുടെ നന്ദുവിനെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ നന്ദുവിനെ കണ്ടിട്ട് പറയും, അമ്മേ കാരണം ഫ്രോഡുകളാണ് അവർ ഏതാണ്ട് കുറേ മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ വെറുതെ കള്ളക്കേസ് ഉണ്ടാക്കിയതാണല്ലോ, ഇപ്പോൾ പോലീസായതുകൊണ്ട് എൻ്റെ പേരും നശാവാണ്, ഞാൻ അവരുടെ പേർക്ക് വെറുതെ ഒരു കാര്യമില്ലാത്ത കള്ളക്കേസ് ഉണ്ടാക്കാമെന്നല്ലേ പറയേണ്ടതെന്ന് പറയും. അപ്പോൾ അവിടെ പറയുന്നവർ പറഞ്ഞോട്ടെ മോളെ, നീ എന്താണ് ശരി, അവർ മോശം ആളുകളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് പറയും. അവർക്ക് മൂക്കറ്റം കടത്തിലാണ്, തകർന്നു പോയൊരു കുടുംബമാണ് അവരുടെ, കാരണം കടത്തിൻ്റെ മുകളിൽ കടമാണ് അവർക്ക് എന്നൊക്കെ ഇങ്ങനെ പറയും. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവരുടെ ചരിത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയണം കേട്ടോ. അപ്പോൾ ദേവേനി പറയും, അന്ന് മോളുടെ ചേച്ചിയോടൊക്കെ എനിക്ക് ദേഷ്യമായിരുന്നു, അതുകൊണ്ടും കൂടി ആയിരിക്കും നയന മോളങ്ങോട്ട് വരണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എങ്ങനെയെങ്കിലും അവളുടെ വീട്ടിൽ നിന്ന് അകറ്റിയിട്ട് രണ്ടാളും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയണം. എന്തായാലും ഞാനൊന്ന് വിശദമായിട്ടൊന്ന് അന്വേഷിക്കട്ടെ അവരുടെ കാര്യം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ, അങ്ങനെ ദേവയാനി പോയിട്ട് തിരിച്ചുകൊണ്ട് വന്നിട്ട് പറയും, മോൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാക്കിയും പറയും, എന്തിനാണ് ഞാൻ അമ്മയോട് ദേഷ്യപ്പെടുന്നത് എന്നറിയും. അല്ല, മോള് അത്രയ്ക്ക് അനിയനെ ഇഷ്ടപ്പെട്ടായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ അത് നീട്ടിക്കൊണ്ടുപോയാൽ മതിയായിരുന്നു, കല്യാണം ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി പറഞ്ഞിട്ട് അവരെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് നടത്തിയാൽ മതിയായിരുന്നു. അതും ചെയ്തില്ല. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, മോൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ദേവേനെ. പറയും, അതൊന്നുമില്ല ആൻറ്റി, എനിക്ക് ദേഷ്യമൊന്നും തോന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ അപ്പോൾ അനിയുടെ കാര്യം ഓർക്കുമ്പോൾ അവൻ്റെ ജീവിതം പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അനിയുടെ കാര്യം ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട് അവർക്ക്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ ദേവയാനി അങ്ങോട്ട് പോവാം. ദേവയാനി ഇതറിയും നേരെ പോവും, നേരെ അനാമികേൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അനാമികേൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് മോളെന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, എന്താ ആൻറ്റി, എന്താ വല്യമ്മ ചോദിക്കും. അല്ല, മോൾക്ക് അന്ന് തന്നില്ലേ ഗോൾഡൊക്കെ, മോളുടെ അച്ഛൻ തന്ന ആ ഗോൾഡൊക്കെ എവിടെ ചോദിക്കുക. അപ്പോൾ പറയാം, അത് ആ ഗോൾഡ് വീട്ടിലാണ് ലോക്കറിൽ അതെന്തിനാ അവിടെ ലോക്കറിൽ വെച്ചിരിക്കുന്നത് പറഞ്ഞപ്പോൾ, അല്ല ഇവിടെ അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണെല്ലാം ലോക്കറിൽ അവിടെ വെച്ചിരിക്കുന്നത് പറയുമ്പോൾ, അല്ല അതൊരു കാര്യം ചെയ്യും മോൾ, ആ ലോക്കറിൽ നിന്ന് ആ ഗോൾഡ് എടുക്കും, നമുക്കത് നമ്മളുടെ ഷോറൂമിൽ കൊടുത്തിട്ട് പുതിയ ലേറ്റസ്റ്റ് മോഡലാക്കാം എന്നറിയാൻ കേട്ടോ.
അപ്പോൾ ഞാനതിപ്പോൾ ഇവളിങ്ങനെ തത്തി കളിക്കുകയാണ്. അപ്പോൾ പറയും അല്ല മോളത് കൊടുത്തോളൂ. അല്ല എനിക്കിപ്പോൾ ലേറ്റസ്റ്റ് മോഡലൊന്നും വേണ്ട വല്യമ്മ അറിയാം. അല്ലെങ്കിൽ വേണ്ട, നമുക്കത് പോളിഷായിട്ട് നമുക്ക് പിന്നെ ജ്വല്ലറിയിൽ വെക്കാം, അല്ലെങ്കിൽ അത് വിൽക്കാം, ആ പണം നമുക്ക് മോളുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇവളിങ്ങനെ ആകെ ഇങ്ങനെ വരണ്ടിരിക്കുക, കാരണം ആ ഗോൾഡൊക്കെ പോയിരുന്നു. അപ്പോൾ പറയും അത് അച്ഛൻ്റെ അടുത്തും അമ്മോടും ചോദിക്കണമെന്ന് പറയും. അതിൻ്റെ ആവശ്യം എന്താ, അത് എനിക്ക് കിട്ടിയ ഗോൾഡ്, അനിയുടെ എനിക്കായിട്ട് കിട്ടിയതല്ലേ, അത് അങ്ങനെ അവിടെ ഇരിക്കുന്നത് ശരിയല്ല, അത് നമുക്ക് ഇവിടെ വയ്ക്കാം. പിന്നെ സ്വർണ്ണം എത്ര ഉണ്ടെന്ന് അറിയില്ലല്ലോ, ഇനിയിപ്പോൾ അത് ജ്വല്ലറിയിൽ നിന്ന് അല്ല ബാങ്കിൽ നിന്ന് എങ്ങാനും അത് മോഷണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ അവരാരും വിശ്വസിക്കില്ല. അപ്പോൾ ലോക്കറിലിരിക്കുന്നത് അത്ര സേഫ് ഒന്നുമല്ല, മോളത് ഇങ്ങോട്ട് കൊണ്ടുപോകാം, മോളെ അച്ഛനോടും അമ്മോടും പറഞ്ഞിട്ട് ആ ഗോൾഡ് ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്നിങ്ങനെ പറയുകയാണ്. ഗോൾഡ് അവിടെ ഗോൾഡൊന്നുമില്ല. അപ്പോൾ പറയും ഞാൻ അച്ഛനോടും അമ്മയോടൊന്ന് പറയട്ടെ എന്ന് പറയും. ശരി മോള് പറഞ്ഞോ, ചോദിച്ചിട്ടൊക്കെ മതി വാങ്ങിക്കാമെന്ന് പറയുകയാണേ. അങ്ങനെ അവൾ ശര വിട്ട കണക്ക് പോവാണ് അനാമിക വീട്ടിലേക്ക്. അപ്പോൾ ചെല്ലുമ്പോഴേ ടാക്സിയൊക്കെ എടുത്തിട്ടാണ് പോണത്. അതിൽ ചെല്ലുമ്പോഴേ വേഗം രേവതി കണ്ടിട്ട് പറയും, എന്താ നമ്മൾ എന്താ ഇത്ര പ്രശ്നമായിട്ട് വന്നത്, എന്താ അവിടെ വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും അവിടെ മൊത്തം പ്രശ്നമാണെന്ന് പറയും. എന്താ 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 പറ്റിയിരിക്കുമ്പോൾ അതന്നെ ആ നെക്ലസ്, അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ നെക്ലസിൻ്റെ പിന്നാലെ ഇപ്പോൾ ഇത് അവരെൻ്റെ സ്വർണ്ണം ചോദിച്ചിരിക്കുകയാണ്. സ്വർണ്ണമോ എന്താ ചെയ്യാന്ന് ചോദിക്കും. ആ സ്വർണ്ണം കൊണ്ട് അനിയുടെ വല്യമ്മ ചെല്ലാനാണ് പറഞ്ഞത്, ഒന്നില്ലെങ്കിൽ ഷോറൂമിൽ വയ്ക്കുക, അല്ലെങ്കിൽ വിറ്റിട്ട് ആ ക്യാഷായിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഇടണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സ്വർണ്ണം ഇവിടെ ലോക്കറിലാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ പറയും അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വയ്ക്കും. എന്ത് ചെയ്യാൻ എനിക്കൊന്നും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അച്ഛനും അമ്മയും തന്നെ വിവരം പറഞ്ഞേക്ക്, ഞാൻ അവർക്ക് എന്തൊക്കെയോ സംശയമായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കാര്യത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറയും. നമ്മളടുത്ത് കടത്തിൻ്റെ മുകളിൽ കടമായിട്ട് പാപ്പരാസിയായിട്ട് നിൽക്കുന്നതാണ് നമ്മളെന്നുള്ള വിവരം അവർക്ക് അറിയില്ലേ എന്നൊക്കെ അറിയും. അവർ ആകെ പ്രശ്നമാവുമെന്ന് അറിയും. അപ്പോൾ പറയും നീ എന്താ ഇപ്പോൾ പ്രശ്നം, ഇങ്ങനെ എല്ലാം പിടിക്കപ്പെടുന്നതിൻ്റെ മുന്നേ നീ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അടിച്ചുകൊണ്ട് പോരേ എന്നാണ് എപ്പോഴും നന്ദിയും തള്ളയും കൂടി മകളെ ഉപദേശിച്ചു കൊടുക്കുന്നത്. അല്ല എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഇതൊക്കെ അവളുടെ പണിയാവും, നന്ദുവിൻ്റെ പണിയാണ്. അല്ലാണ്ട് അപ്പോൾ അവൾ പോലീസായി വന്നതോട് കൂടിയിട്ട് ആകെ പ്രശ്നമാവും, നമ്മളുടെ വിത്തും വേരും ചെല്ലും അവൾ, അത് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും ഞാൻ അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് സ്ഥലം മാറ്റാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറയണ വീണ്. അപ്പോഴും പൊങ്ങച്ചത്രേ പറയുമല്ലോ. അപ്പോൾ പറയും അച്ഛൻ മണ്ടത്തരം പറയല്ലേ, അതൊക്കെ അച്ഛനൊന്നും അവരെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. കാരണം മൂർത്തി അവിടെ മുത്തശ്ശന് ഉണ്ടല്ലോ, അവരുടെ 100% പോലും അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് വെറുതെ നിൽക്കുന്നത്, പണവും വേണം, അതൊക്കെ അച്ഛൻ്റെ കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ അവരെ വല്യമ്മോട് ഇപ്പോൾ എന്താ പറയുക എന്ന് പറയും. അവിടെ ഒരുത്തൻ വലിയ തെറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്, ആദർശ്. അപ്പോൾ പിന്നെ എന്താണ് അത് മൂടിയൊക്കെയുള്ള തന്ത്രപ്പാടാണിത്. ഇങ്ങനെ എൻ്റെ ഈ പ്രശ്നം കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന അതിനാണോ എന്നൊരു തോന്നുന്നുണ്ട്. അപ്പോൾ പറയാം, അപ്പോൾ കൈവിട്ട കളിയാണ്. എന്തായാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ മൂർത്തീസ് ഗ്രൂപ്പിന് MDക്ക് പിന്നെ കല്യാണത്തിൻ്റെ മുന്നേ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് നമുക്ക് അയാളുടെ കഥകൾ ഫ്ലാഷാക്കാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ഇതിനിപ്പോൾ വേറെ ഒരു വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ഇപ്പോൾ പറയും എന്തായാലും അച്ഛൻ വന്ന് വിളിച്ച് പറയണം, വല്യമ്മോട് പറയണം, ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവുമെന്ന് പറയും. അങ്ങനെ ദേവയാനീനെ വിളിക്കുകയാണ് ഇയാൾ വേണു വിളിക്കുമ്പോൾ ദേവയാനി ഉണ്ടാവും, ഫോൺ എടുക്കുക. അപ്പോൾ ഹലോ എന്താ വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും അല്ല മോള് ഗോൾഡ് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കൊടുന്ന് ഷോറൂമിൽ ഇത് കൊണ്ട് പോളിഷ് ചെയ്തിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ അത് പുതിയ ഇത് മാറ്റുക എന്തെങ്കിലും ചെയ്യാം, അവിടെ ലോക്കറിൽ നിന്നാണല്ലോ പറഞ്ഞത് പറയും. അതൊരു തെറ്റി കേട്ടോ, മോൾക്കതറിയില്ല. ഞാനത് എടുത്തിട്ട് പിന്നെ അവിടെ ഞാനന്ന് ആ ടൗണിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ സ്ഥലത്തിന് പെട്ടെന്ന് എൻ്റെ ഓണർ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് അയാൾക്ക് പൈസ വേണമെന്ന് പറഞ്ഞു, 1 കോടി രൂപ. പെട്ടെന്ന് എൻ്റെ കയ്യിൽ തിരിക്കാലഞ്ഞിട്ട് ഞാനത് കൊണ്ടുപോയി പണയം വെച്ചു, എന്നിട്ടാണ് അയാൾക്ക് ആ കാശ് കൊടുത്തത്. വയ്ക്കുമ്പോൾ എനിക്ക് മനസ്സിലായി നോണയാണ് പറയുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഏത് ബാങ്കിലാണത് പണയം വെച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ ബബ പറയാണ്, കാരണം അയാൾ നോണയല്ലേ പറയുന്നത്. അപ്പോൾ പറയൂ എന്ന് പറയുമ്പോൾ ഇപ്പം ആലോചിക്കുകയാണ്, ഇപ്പം എന്താ പറയുക, അല്ല പണയം വെച്ചതല്ല കേട്ടോ, ഞാനതെല്ലാം വിറ്റു. വിൽക്ക് എന്ന് വെച്ചു. അതെ, അത് മോളുടെ പേർക്ക് ആ സ്ഥലത്തിന് വേണ്ടിയിട്ട് 1 കോടി രൂപ ഞാൻ കൊടുത്തു, എന്തായാലും അത് മോൾക്ക് തന്നെയല്ലേ വരുന്നത്, അതുകൊണ്ട് ഞാനത് വിറ്റിട്ടാണ് അത് ചെയ്തത്, പിന്നീട് ഞാനത് മോൾക്ക് എടുത്തു കൊടുത്തോളാം എന്നൊക്കെ പറയും. അപ്പോൾ പറയും നിങ്ങൾ ശരിക്കും പറയുമോ, വിറ്റോ അതോ പണയം വെച്ചോ, എന്താ നിങ്ങളത് ചെയ്തെന്ന് വയ്ക്കുമ്പോൾ പറയും അല്ല വിറ്റിട്ട് തന്നെയാണ് ഞാൻ അതിന് 1 കോടി രൂപ കൊടുത്തത് എന്നൊക്കെ അങ്ങനെ പറയും. എന്തായാലും നിങ്ങളത് ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറയും. അല്ല അത് മോളുടെ പേർക്ക് തന്നെയല്ലേ ആ സ്ഥലം വാങ്ങിച്ചത്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും.
ആ ശരി എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട്, കാരണം ദേവയാനിക്ക് അറിയാമെന്നാണ് പറയുന്നത്, ശരി പറഞ്ഞിട്ട് അങ്ങനെ വെക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഇപ്പം വേണു അറിയണേ അവർക്ക് ഏതാണ്ടൊക്കെ കുറേയൊക്കെ കാര്യങ്ങൾ പിടി കെട്ടി തോന്നും. ഇനി അവർ നമ്മളുടെ ഇതിൽ ചികഞ്ഞ് അന്വേഷിച്ച് വരുമോ എന്നുള്ളൊരു പേടി അവർക്ക് ഇല്ലാതില്ല. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് അബി കടയിലേക്ക് പോകുന്നതാണ്. ഷോറൂമിലേക്ക് ചെല്ലുമ്പോൾ കാണാൻ അബിയുടെ സ്ഥാനത്ത് അയാളെ ജോസഫ് എന്ന് പറഞ്ഞ ആളെ പിടിച്ചിരുത്തിയിട്ടുണ്ടാവും. അതിൽ ഇയാൾ ചെല്ലുമ്പോൾ താനെന്തോടും എൻ്റെ സീറ്റിൽ കയറി ഇരിക്കണമെന്ന് വെച്ചിട്ടാണ് ചെല്ലുന്നത് തന്നെ അബി. അപ്പോൾ സാറിനോട് ആദർശ് സാറൊന്നും പറഞ്ഞില്ലേ എന്ന് നോക്കുമ്പോൾ എന്ത് പറയാമെന്ന് പറയും. അപ്പോഴൊക്കെ എന്നെ ഫോൺ ബെല്ലടിക്കുകയാണ്. ഫോൺ ബെല്ലടിച്ചിട്ട് ആദർശ് അബി എടുക്കും. അപ്പോൾ ഹലോ എന്ന് പറയുമ്പോൾ ഞാനാണ്, നിൻ്റെ സീറ്റിലിപ്പോൾ പിന്നെ ജോസഫാണ് ഇരിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യാം, പഴയത് മാതിരി നിന്നെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചപ്പോൾ ഇതാണ് അവസ്ഥ, നീ പഴയ മാതിരി സ്റ്റാഫിൻ്റെ ഇടയ്ക്ക് പോയിക്കോ, അതാണ് നിനക്ക് നല്ലത് എന്നൊക്കെ പറയാം. അപ്പോൾ പറയാം അതെന്ത് പണിയായിട്ടാ കാണിച്ചിട്ടുണ്ട്, പിന്നെ അല്ലാണ്ട് നിന്നെപ്പോലെ ഒരാളെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ സ്ഥാപനം ഏൽപ്പിച്ച് തരുന്നത്, ഏൽപ്പിച്ചപ്പോഴേക്കും നീ തിരുമ്പറി കള്ളത്തരങ്ങൾ കാണിച്ചു. ഇങ്ങനെ കള്ളങ്ങൾ കാണിക്കുന്ന ആളെ അവിടെ നിർത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് നീ പിന്നെ നിൻ്റെ സ്റ്റാഫിൻ്റെ ഇടയ്ക്ക് പോയിക്കോ. പിന്നെ നിനക്ക് എല്ലാ ഇതും തരുന്നത് ജോസഫായിരിക്കും. ഇനി ജോസഫാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. നിന്നെ പിരിച്ചുവിടാനുള്ള അവകാശം വരെ ജോസഫിനുണ്ട്. അതുകൊണ്ട് നീ ജോസഫ് പറയുന്നത് കേട്ടിട്ട് അവിടെ നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതല്ല നിനക്ക് അതിൽ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ, രാജിവെച്ച് ഇറങ്ങിപ്പോയിക്കോ, അതിനും ഒരു കുഴപ്പമില്ല പറയും. അത് വേണ്ട ഏട്ടാ ഞാൻ നിന്നോളാന്ന് പറയും. എന്നാൽ പിന്നെ അത് ചെയ്യുക. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിന്നെ ഇങ്ങനെ കയറൂരിട്ടാൽ ശരിയാവില്ല, നിന്നെ ഒന്നും വിശ്വസിച്ച് ഏൽപ്പിക്കാനും പറ്റില്ല, ഏൽപ്പിച്ചപ്പോൾ ഇതാണ് അവസ്ഥ. അതുകൊണ്ട് നീ അയാൾ പറയുന്ന പോലെയൊക്കെ ചെയ്ത് നിന്നു. കാരണം കോഴിക്കോട്ടെ ഒരു ബ്രാഞ്ച് മുൻനിരയിൽ കൊണ്ടുവന്നത് അയാളാണ്. അപ്പോൾ അയാളുടെ കഠിന പ്രയത്നം ഉണ്ടാവും അവിടെ. അതുകൊണ്ട് അയാൾ പറയുന്ന പോലെ അനുസരിച്ച് നിൽക്കാം. നിനക്ക് വേറെ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്ക് ഒഴിഞ്ഞു പോകാം എന്നറിയാണ്. ഇല്ല ഏട്ടാ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. തീരെ മനസ്സില്ല നിൽക്കാൻ. അപ്പോൾ അങ്ങനെ എം ഡി എന്നൊക്കെ പറഞ്ഞ് എളിഞ്ഞിരിക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ്, അത് നടന്നില്ല. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് സാറ് വിളിച്ചല്ലോ. അപ്പോൾ ഈ ജോസഫ് എന്ന് പറഞ്ഞാൽ പറയും, സാറ് വിളിച്ചല്ലോ, ഇനി സാറ് പറയുന്ന പോലെ തന്നെ ചെയ്തോളൂ, എനിക്കിതിലൊന്നും ചെയ്യാൻ നിവർത്തിയില്ല എന്നിങ്ങനെ പറയുകയാണ് അയാൾ. അപ്പോൾ പറയും പിന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ എന്ത് തീരുമാനം എടുക്കാനും എനിക്കുള്ള അവകാശം തന്നിട്ടുണ്ട്. അതിന് ആദർശ് പറയുന്നുണ്ട്, എൻ്റെ മാത്രം തീരുമാനമല്ല, മുത്തശ്ശനും ഏട്ടനും അച്ഛനും ചെറിയച്ഛനും ഒക്കെ കൂടെ തീരുമാനിച്ചിട്ടാണ് ഈ കാര്യം ഞാൻ പറഞ്ഞതെന്ന് മാത്രം എന്ന് പറയുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ ഇനി കംപ്ലൈൻറ്റ് കൊണ്ട് പോകേണ്ട വെച്ചിട്ടേ. അപ്പോൾ പറയും അങ്ങോട്ട് നിങ്ങൾക്ക്, അപ്പോൾ ജോസഫ് പറയും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. പിന്നെ സെയിൽസ്മാൻ്റെ കൂടെ പോയി നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ നിൽക്കണം, നിങ്ങൾ ഓഫീസ് വർക്കുകൾ ചെയ്തോളൂ, പക്ഷേ കറക്റ്റായിരിക്കണം കാര്യങ്ങൾ, എല്ലാം ഞാൻ ചെക്ക് ചെയ്യും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞേക്കാം, അതിനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് പറയുകയാണ് അയാൾ കേട്ടോ. അതിൽ അബിക്ക് ഇത് ശരിക്കും ഒരു തലയ്ക്ക് കിട്ടിയ അടിയാണ്. കാരണം ഇത്രയും അബി പ്രതീക്ഷിച്ചിട്ടില്ല. അതിൽ ആകെ അടിപതറി നിൽക്കുകയാണ് അബി. കാരണം അവൻ്റെ കള്ളങ്ങളൊക്കെ ഏതാണ്ട് പുറത്തേക്ക് വന്നു. ഇനി വരാൻ പോണത് അവൻ സ്വർണം വാങ്ങി വിറ്റു എന്നുള്ളതാണ്. അതിപ്പോൾ ഒതുക്കിയിറക്കുകയാണ്. ആ SI മാറും ചെയ്തു. ആ കേസ് കിടക്കുന്ന ഇനിയിപ്പോൾ നന്ദു ആവും അടുത്തത് പൊക്കിക്കൊണ്ടുവരിക. അങ്ങനെ അപ്പോൾ ആ ഒരു അബിയുടെ ഒരു ഇത് അവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മൾ ദേവയാനി അനന്തപുരിയിൽ ഇങ്ങനെ അകപ്പാട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കാണ് ആനിങ്ങനെ ചൂട് പിടിച്ച് ഓടി പറഞ്ഞിങ്ങനെ വരുന്നു. വല്യമ്മേ ഇപ്പോൾ മനസ്സിലായില്ലേ അവളുടെ സ്വഭാവം എന്താണെന്ന് വല്യമ്മയ്ക്ക് മനസ്സിലായില്ലേ? അവളുടെ സ്വഭാവം, വല്യമ്മ കൊടുത്ത ഗിഫ്റ്റ് കൊണ്ടുപോയി വിറ്റിട്ടാണ് അവളുടെ അച്ഛൻ്റെ കടം വീട്ടിയത്. എനിക്കിത് നേരത്തെ അറിയായിരുന്നു, ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയും ഇപ്പോൾ എന്തായി, ഇപ്പോൾ തൃപ്തിയല്ലേ, അവളെ വേഗം ഇവിടുന്ന് അടിച്ചിറക്കാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും നീ അല്ലടാ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്, നീ ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞത് ഈ കല്യാണം നടത്തരുത് എന്നറിയും. അപ്പോഴേക്കും അജയനും അങ്ങോട്ട് വരിക. അപ്പോൾ പറയും ഇതാ അടുത്താളും വരുന്നുണ്ട് എന്നറിയും ആനി. അപ്പോൾ പറയും ഇപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ ഞാൻ വെറുതെ അല്ല പറഞ്ഞതെന്ന്, കുറച്ചൊന്നും ആ കല്യാണം നീട്ടി വയ്ക്കാനെങ്കിലുള്ള മനസ്സുങ്ങളാരും കാണിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അനി. അപ്പോൾ ദേവേനി പറയും നിൻ്റെ ഒരു കവിത അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ടല്ലേ നീയല്ലേ അവളെ ഞങ്ങൾക്ക് ആദ്യം കൊണ്ട് വന്ന് പരിചയപ്പെടുത്തി തന്നത് എന്നറിയും. വെറുതെയാണ്, അവൾക്ക് എൻ്റെ കവിത അറിയില്ല, എൻ്റെ കവിതയിൽ ഒന്നും അറിയില്ല. ഞാൻ എഴുതിയ കവിത ആരടുത്തോ കൊണ്ടുപോയി കാണിച്ച് അതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പറഞ്ഞിട്ടാണ് അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നത്. ഇതൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അല്ലാണ്ട് അവൾക്ക് ഈ കവിത ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ കയറി കൂടണമെന്ന് ഒരൊറ്റ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് വേറൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്താ വെച്ചാൽ അത് അവളെ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തൊന്നും മാറ്റിയിട്ട് അവളെ നല്ലൊരു കുട്ടിയായിട്ട് സ്വഭാവം മാറ്റി കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് അതൊന്നും നടക്കണ കാര്യമല്ല എന്ന് പറയും. അവൻ പറയും മര്യാദയ്ക്ക് അവളെ ഇറക്കി വിട്ടോ, എനിക്ക് അവളെ കൂട്ടുള്ള ഒരു ജീവിതം വേണ്ട. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നന്ദു അല്ല, ആരും ഇനി എൻ്റെ ജീവിതയ്ക്ക് വേണ്ട. ഇനി അവളെ എനിക്ക് എൻ്റെ ലൈഫിലെ അവളെ വേണ്ട, അവളെ മാറ്റിക്കോളൂ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ജയനും പറയും ഞാൻ അന്നേ പറഞ്ഞതാണ് നിങ്ങളുടെ അടുത്തൊക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അത് മനസ്സ് വെച്ചില്ല, എനിക്കറിയായിരുന്നു അവളെ ഫാമിലി മൊത്തം ഫ്രോഡുകളാണെന്ന് എനിക്കറിയായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ജയനും ദേവയാനി മുഖത്തോട് നോക്കി നിൽക്കുക. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഇനി അതൊക്കെ പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവർ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല. കാരണം ജാനകിനോട് ഇപ്പോൾ മകനെക്കാട്ടിലും കൂടുതൽ സ്നേഹിക്കുന്ന ആ മരുമകളേനാണ് ജാനകിക്കാണെങ്കിൽ എന്ത് പറഞ്ഞിട്ട് മനസ്സിലാവുള്ളൂ. ജാനകിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്ന് വെച്ചാൽ ആ എമ്മയ്ക്ക് കേൾക്കില്ല. അപ്പോൾ ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ പത്രമാറ്റിൻ്റെ കഥ വരുന്നത് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട പത്രമാറ്റ് കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഒരു ലൈക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. പിന്നെ കഥയാണ്, ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും, ക്ഷമിക്കുക.